ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയൊരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 10th ലെവൽ പ്രിലിമിനറി എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് PSC ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അതുപോലെയുള്ള നിരവധി ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ ഒരു പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ ആ എക്സാംസിൻ്റെയൊക്കെ മെയിൻസ് എക്സാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പ്രിലിമിനറി 10th ലെവൽ പ്രിലിമിനറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുൻപായിട്ട് തന്നെ PSC 12th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് തന്നിരുന്നു. അത് തന്നെ വളരെ വാസ്റ്റായിട്ടുള്ള സിലബസ് ആയിരുന്നു. അപ്പോൾ ഡിഗ്രി ലെവലിന് എന്തൊക്കെയാണ് PSC പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ പ്രിലിമിനറി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് കൂടി ഇതിൽ പല കാര്യങ്ങളും കോമൺ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പഠനം തുടങ്ങുക. എക്സാം ഡേറ്റ് കൃത്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സിലബസ് വ്യക്തമായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാം. അടുത്ത ഘട്ടങ്ങളായി നടക്കുന്ന പ്രിലിമിനറി പരീക്ഷ എഴുതുന്നവർക്കും ഇതിൻ്റെ തന്നെ മെയിൻ എക്സാം എഴുതുന്നവർക്കും +2 ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നവർക്കും എല്ലാം പ്രയോജനപ്പെടുന്ന 500-ലധികം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായി നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ എല്ലാം ലിങ്കുകൾ നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ചാനൽ വഴി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ആപ്പിൽ നിങ്ങൾ കേരള PSC ഓൺലൈൻ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ലിങ്കുകളുടെ എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പല സെക്ഷൻസായിട്ട് സിലബസ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹിസ്റ്ററി എന്നുള്ളൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഹിസ്റ്ററി, ചരിത്രത്തിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീചിത്ര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. അപ്പോൾ നമ്മൾ സിലബസ് ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് സിലബസ് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. എങ്കിലും ചോദ്യപേപ്പർ മലയാളത്തിൽ കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇനി മുതലുള്ള പരീക്ഷകളെല്ലാം മലയാളത്തിൽ കൂടി ചോദ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് നേരത്തെ PSC അറിയിച്ചിരുന്നത്. അപ്പോൾ ഇതിനും അങ്ങനെ തന്നെയായിരിക്കും വരാൻ സാധ്യത. അപ്പോൾ ഇതിലെ പല ടോപ്പിക്കുകളും പൊതുവായിട്ട് വരുന്നതാണ്. പക്ഷേ ഡിഗ്രി ലെവലിൽ ഇതിന് മുൻപ് ചോദിക്കാത്ത പല ഏരിയകളിലേക്കും PSC കടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 10th ലെവലായാലും +2 ലെവലായാലും പഠിക്കുന്നതിനോടൊപ്പം തന്നെ എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടി ചേർത്ത് ഡിഗ്രി ലെവൽ സ്പെസിഫിക് ആയിട്ട് കൂടി പഠിച്ചാൽ മാത്രമേ ഈ പ്രിലിമിനറി മെയിൻസും ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കേരള ഹിസ്റ്ററി ഇത്രയുമാണ് വരുന്നത്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. മിഡീവിയൽ ഇന്ത്യ വരുന്നുണ്ട്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ്, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC. അപ്പോൾ ഇതൊക്കെ കാണാം, നമ്മൾ പലതവണ LDക്കൊക്കെ വേണ്ടി പഠിക്കുന്ന പല പല കാര്യങ്ങൾ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം വരുന്നുണ്ട്, INCയുടെ രൂപീകരണമൊക്കെ വരുന്നുണ്ട്, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 10th ലെവൽ പ്രിലിമിനറി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് കുറച്ചുകൂടി പോയിൻറ്റ്സ് ആഡ് ചെയ്തൊരു ഡിഗ്രി ലെവലിൽ തയ്യാറെടുക്കുന്ന രീതിയിൽ തയ്യാറെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ലീഡിംഗ് പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ഇറങ്ങുമ്പോൾ അത് പഠിച്ച് തുടങ്ങണം. അപ്പോൾ ഉടൻ തന്നെയൊക്കെ അവർ പബ്ലിഷ് ചെയ്യുമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ഒരു കൃത്യമായിട്ട് റാങ്ക് ഫയലിൻ്റെ ബേസിസിൽ വേണം പഠിച്ചു തുടങ്ങാൻ. ഈ മാറിയ സിലബസ് അനുസരിച്ച് ലീഡിംഗ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകശാലകളിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ കുറച്ചുകൂടി ആധികാരികമായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും ഇതുവരെ ഇനി പഠിച്ചു തുടങ്ങുന്നവരൊക്കെ വാങ്ങുക. പഴയ റാങ്ക് ഫയൽ ഉള്ളവർ ഈ പോയിൻറ്റ്സ് ഒക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ അതുകൂടി വെച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. ഓക്കെ, അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UN ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ റെവല്യൂഷനും ഇൻഡിപെൻഡൻസും ഒക്കെ വേൾഡ് ലെവലിലൊക്കെ ആദ്യമായിട്ടാണ് PSC ചോദിക്കുന്നത്, ഡിഗ്രി ലെവലിനൊക്കെ. അപ്പോൾ ഇതിന് മുൻപ് LD ലെവലുള്ള PSC പരീക്ഷകളൊക്കെ പാഠപുസ്തകം അടിസ്ഥാനപ്പെടുത്തി ചോദ്യങ്ങളൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ അത് ഡിഗ്രി ലെവൽ എക്സാംസുകളിലേക്കും കടന്നു വരുമെന്നുള്ള സൂചനയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് വരുന്നത്. ഇനി പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് സാധാരണ രീതിയിൽ ലാസ്റ്റത്തെ ഒരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ 1 ഇയർ വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ 10th ലെവൽ പ്രിലിമിനറിക്ക് ചോദിക്കുന്ന പോലെ തന്നെ അത്രയും കാര്യങ്ങളാണ്. എന്നാണോ എക്സാം നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ആനുകാലിക വിവരങ്ങളൊക്കെ നോക്കണം. അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, അത് നമ്മൾ ആ രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി ഭൂമിശാസ്ത്രം, ജോഗ്രഫി വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്, മാപ്സ്, ടോപ്പോഗ്രഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിംഗ്,
Geographic Information System, Oceans and its various movements, Continents, World Nations and its specific features. അപ്പോൾ സിലബസ് കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും. കാരണം കൃത്യമായിട്ടുള്ള ഏതൊക്കെ പോയിന്റ് പഠിക്കണമെന്ന് PSC ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്തിരിക്കണം. പ്രിലിമിനറി മാത്രമാണ്. അപ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെയാണ്. എല്ലാ പ്രിലിമിനറിയും പോലെ തന്നെയാണ്, സ്ക്രീനിങ് ടെസ്റ്റാണ്. ഇതിലെ ആദ്യ ഭാഗം കടന്നാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി ലെവലിൽ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അടുത്ത വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ജോഗ്രഫിയിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഫിസിയോഗ്രഫി ഉണ്ട്, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഉണ്ട്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ ഉണ്ട്, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റോ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. അപ്പോൾ ഇതിലെ പല ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത്. അതുപോലെ തന്നെ കേരള വരുന്നത് എന്താണ്? ഫിസിയോഗ്രഫി, കേരള ബേസിക് ഫിസിയോഗ്രഫി ഒക്കെ വരും. ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് വരും, ജില്ലകളും അടിസ്ഥാന വിവരങ്ങളൊക്കെ വരും, നദികൾ, റിവേഴ്സ് വരും, ക്ലൈമറ്റ് വരും, നാച്ചുറൽ വെജിറ്റേഷൻ വരും, വൈൽഡ് ലൈഫ് വരും, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ് നമ്മൾ പല രീതിയിൽ ചോദിക്കാറുണ്ടല്ലോ, ഗവേഷണശാലകളൊക്കെ വരുമല്ലോ. അതുപോലെ തന്നെ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, അതിൻ്റെയും പ്ലസ് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആനുകാലിക വിവരങ്ങളായിരിക്കും ഉദ്ദേശിച്ചുള്ളത്. അതുകൊണ്ടായിരിക്കും PSC ഇങ്ങനെ തന്നെ പ്ലസ് ഇട്ടിട്ട് ആ ടോപ്പിക്കിന് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആനുകാലിക വിവരങ്ങൾ, സ്പോർട്സ്, സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവാർഡ്സ്, റീസെൻറ്റ് അപ്പോയിൻമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇവിടെയും വരാൻ സാധ്യത. ഓക്കെ, അടുത്തത് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാൻസ്, നീതി ആയോഗ്, types and functions of economic institutions, Reserve Bank and functions, public revenue, tax and non-tax revenue, public expenditure, budget, fiscal policy, consumer protection and rights. ഇത്രയുമാണ് എക്കണോമിക്സ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് കൂടിയായിരിക്കും ഉദ്ദേശിച്ചുള്ളത്. പ്ലസ് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സിവിക്സിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേണൻസ്. ഇതൊക്കെ നമ്മൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഇൻഫർമേഷൻ കമ്മീഷന്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ കമ്മീഷന്, ലോക്പാൽ, ലോകായുക്ത, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, ലാൻഡ് റീഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, ഇതുകൂടി സിവിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയും എക്സ്ട്രാ വരുന്ന കറണ്ട് അഫയേഴ്സ് കൂടി നമ്മൾ നോക്കേണ്ടി വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാ പരീക്ഷയും വരുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഡിഗ്രി ലെവലൊക്കെ ആകുമ്പോൾ ഏറ്റവും ആധികാരികമായിട്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദർ ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഓഡിയോ ക്ലാസ്, ഒരു പെയ്ഡ് ഓഡിയോ ക്ലാസ് ഉണ്ട്. ചെറിയ പെയ്ഡ് ഓഡിയോ ക്ലാസ് ആണ്, ആകെ 100 രൂപ മാത്രമേ ഉള്ള കോഴ്സിൻ്റെ ഫീസ്. നമ്മൾ ചാനൽ നേരത്തെ ചെയ്തു വരുന്നുണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, അതുപോലെ തന്നെ കേരള റിനേസൻസ് അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിയും കൂടി ചേർത്ത് കേരള റിനേസൻസ്, ഇത് മൂന്നും കൂടി വരുന്ന ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് 40 മണിക്കൂർ ഓഡിയോ ക്ലാസ് ആണ്. ഓഡിയോ ക്ലാസ് ആയിട്ട് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഓഡിയോ ഫയലായിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങണമെന്നുള്ളവർ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ LD ലെവൽ എക്സാംസിനൊക്കെ വേണ്ടി തയ്യാറാക്കി കുറേ PDFs, ഫ്രീ PDFs കൂടി നമ്മളിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മസ്റ്റ് നോ 100 ടേബിൾസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 100 ടേബിളുകൾ, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PDF-കളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാഠപുസ്തകം ബേസ് ചെയ്തിട്ടുള്ള LD ലെവലിലുള്ള PDF-കൾ കൂടി ഈ ഗ്രൂപ്പിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന PDF-കളൊക്കെ മാക്സിമം ഈ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെറും 100 രൂപ മാത്രമാണ് ഇതിൻ്റെ ഫീസ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 7012530207 ഈ നമ്പറിലേക്ക് ജോയിൻ ഓഡിയോ ക്ലാസ് എന്ന് വാട്സപ്പിലോ ടെലിഗ്രാമിലോ മെസ്സേജ് അയയ്ക്കുക.
SMS അല്ല, വാട്സപ്പിലോ ടെലിഗ്രാമിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും, അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് ആ ജസ്റ്റ് 100 രൂപ പേ ചെയ്തിട്ട് ഈ ക്ലാസ്സിലേക്ക് കിടക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. 40 മണിക്കൂറിലധികം ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കേട്ട് പഠിക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, താല്പര്യമുള്ളവർ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക. അടുത്തത് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ആ ഒരു ഭാഗത്ത് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ കല എന്നുള്ള ഭാഗത്ത് കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. അപ്പോൾ ഇതൊക്കെയാണ് കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശസ്തി ആർജിച്ച സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ കായികം എന്നുള്ള ഭാഗത്ത് വരുന്നത് എന്താണ്? കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, അതുപോലെ പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിൽ പ്രകടനത്തിനാണ് നൽകുന്നതെന്നുള്ള അറിവ്. ഇപ്പോൾ നമ്മൾ സ്വാതി സംഗീത പുരസ്കാരമൊക്കെ ചോദിച്ചില്ലേ, അതുപോലെയുള്ള അവാർഡുകളൊക്കെ ചോദിക്കും. പിന്നെ പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, ഏതൊക്കെ കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രോഫികൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ വേണമെങ്കിൽ വരാം. കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഇതൊക്കെ +2 ലെവലിൻ്റെ കാര്യത്തിലും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒളിമ്പിക്സ്, ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഒളിമ്പിക്സോട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ, അതിൻ്റെ വേദികൾ, പങ്കെടുത്ത രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്. അപ്പോൾ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് അടുത്ത ഒളിമ്പിക്സ് നടക്കുമെന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, അതിൻ്റെയൊക്കെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുക്കൾ. ഇപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങളൊക്കെ നോക്കി വെച്ചിരിക്കണം. ഇതാണ് അത്രയും വരുന്നത്. ഇനി നാഷണൽ ഗെയിംസ്, ദേശീയ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. അപ്പോൾ ഇത് കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. അതിന് പകരം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഴയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി സാഹിത്യം, അതിലെന്താണ് വരുന്നത്? മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സിലബസിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനൽ ആഡ് ചെയ്തേക്കാം. ടെലിഗ്രാം ചാനൽ കിട്ടാൻ വേണ്ടി കേരള PSC ഓൺലൈൻ ഗുരുജി, നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് കേരള PSC ഓൺലൈൻ ഗുരുജി എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. പിന്നീട് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങളൊക്കെ ചോദിക്കാം. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, ഇതും ചോദിക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്ട്രാ കറണ്ട് അഫയേഴ്സ് കൂടി നമുക്ക് നോക്കേണ്ടി വരും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നേരത്തെയും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് +2 ലെവൽ പ്രിലിമിനറിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് അതുപോലെ തന്നെ ഡിഗ്രി ലെവലും പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, അതിൻ്റെ പേരും ഉപയോഗവും, ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ, അതുപോലെ തന്നെ മെമ്മറി ഡിവൈസസിൻ്റെ പ്രൈമറി ഏതാണ്, സെക്കൻഡറി ഏതാണ്, അതിൻ്റെ എക്സാമ്പിളും ഫീച്ചേഴ്സും ഒക്കെ പഠിക്കണം. പിന്നെ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, PS സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ ഫംഗ്ഷൻസും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയൊക്കെ പേര് ചോദിക്കുക, വിൻഡോസ്, ലിനക്സ്, അല്ലെങ്കിൽ മാക് OS, അതുപോലെയൊക്കെ ചോദിച്ചിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളായിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്സ്, ഡേറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസും ഫീച്ചേഴ്സും ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു ഭാഗം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ. അപ്പോൾ ഇതിൻ്റെ ലാംഗ്വേജ് കൃത്യമായിട്ട് പഠിക്കണമെന്നില്ല, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറിന് കുറച്ചുകൂടി പ്രാധാന്യം കൂടുതലാണ് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ലാൻ, വാൻ, മാനൊക്കെ ചോദിക്കാം. അതിൻ്റെ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻ ഏരിയയൊക്കെ ചോദിക്കാം. നെറ്റ്വർക്ക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്, ഇതൊക്കെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഡിവൈസുകളാണ്. അതിൻ്റെയൊക്കെ യൂസ് ചോദിക്കാം. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ബേസിക്സ്, സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ്, അപ്പോൾ എക്സാമ്പിൾസും പർപ്പസസും ഒക്കെയാണ്. പിന്നെ സോഷ്യൽ മീഡിയ, എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, ബേസിക്സ് ഓൺലി. അപ്പോൾ ഇതൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്.
പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. പണ്ടൊക്കെ പരീക്ഷ എഴുതുക അല്ലെങ്കിൽ സിലബസ് ഏകദേശമൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, സൈബർ ക്രൈംസും സൈബർ ലോസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് ക്രൈംസും IT ആക്റ്റും അതിൻ്റെ അതർ ലോസും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അവിടെയും കറണ്ട് അഫയേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ IT റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് കാര്യങ്ങളായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള രീതിയിലാണ് ജനറൽ സയൻസ് എന്നുള്ള ഭാഗം വന്നിട്ടുള്ളത്. അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റിലവൻസ് ഓഫ് S&T, നാഷണൽ പോളിസീസ് ഓഫ് S&T അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻ്റഗ്രേഷൻ ഓഫ് science and technology and innovation, their activities and contributions, contribution on prominent Indian scientists. അപ്പോൾ ഇത് വളരെ കാര്യമായിട്ടുള്ള സിലബസ് തന്നെയാണ്. PSC വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് കൂട്ടി തന്നെ വരികയാണെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമല്ല ഈ ലെവലിലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്, എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് പഠിക്കുന്നവർക്കായിരിക്കും അതിൻ്റെ മെച്ചം കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രയാസമാണെങ്കിൽ എല്ലാവർക്കും പ്രയാസമായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നെഗറ്റീവ് കുറച്ച് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉത്തരം മാർക്ക് ചെയ്യാൻ പറ്റുന്നവർക്കായിരിക്കും അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴേ തന്നെ ഡിഗ്രി ലെവൽ, ഇപ്പോൾ 10th ലെവലൊന്നും എഴുതാൻ ഇല്ലാത്തവർ അല്ലെങ്കിൽ അത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങുക. ഓക്കെ, ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് ഉണ്ട്, ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ISRO, ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ്, DRDO വിഷൻ, മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, അതൊക്കെ വരുന്നുണ്ട്. സാറ്റലൈറ്റ് പ്രോഗ്രാം ISRO ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും. എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, ഇന്ത്യാസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് ഡെഫിസിറ്റ്, India's energy resources and dependence, renewable and non-renewable energy resources, energy policy of India, government policies and programs, energy security and nuclear policy of India. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ്റെ ഒരു റാങ്ക് ഫയൽ നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇറങ്ങട്ടെ. അപ്പോൾ ടെക്സ്റ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് പരിചയപ്പെടുത്താം. ഓക്കെ, എന്നാൽ മാത്രമേ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയൊക്കെ വായിക്കുക. അപ്പോൾ അതിലൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ എൻവയോൺമെൻറ്റൽ സയൻസ്, ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ്, ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്സ്, പോളിസീസ് ആൻഡ് ട്രീറ്റീസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് അറ്റ് ദ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ബയോഡൈവേഴ്സിറ്റി, ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺസേൺസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ്, അതായത് പോളിസീസ്, പ്രോട്ടോകോൾസ് ഒക്കെ വരും, ആൻഡ് ഇന്ത്യസ് കമ്മിറ്റ്മെൻറ്റ്, വെസ്റ്റേൺ ഗട്ട്സ്, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇഷ്യൂസ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, legal framework for forest and wildlife conservation in India, environmental hazards, pollution, carbon emission, global warming, developments in biotechnology, green technology and nanotechnology. ഇപ്പോൾ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഈ 10th ലെവൽ പ്രിലിമിനറി ഒക്കെ എഴുതിയപ്പോൾ തന്നെ, ഇപ്പോൾ 10th ലെവൽ പ്രിലിമിനറി ഒക്കെ എഴുതിയവർക്ക് മനസ്സിലായി കാണും, മാത്സിൻ്റെ പാർട്ട് മാക്സിമം സ്കോർ ചെയ്യുന്നവർക്കായിരിക്കും നിങ്ങൾക്ക് ടോപ്പിൽ വരാൻ അല്ലെങ്കിൽ ആ പ്രിലിമിനറി ക്ലിയർ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. കാരണം ബാക്കി ഏത് ഭാഗത്ത് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചാലും മാത്സിൽ ബേസിക്കായിട്ട് PSC പണ്ട് മുതലേ ചോദിച്ചു എന്ന രീതി തന്നെ ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മാക്സിമം മാർക്ക് വാങ്ങാൻ, ഇപ്പോൾ 20 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വന്നത്, അത് 20 മാർക്ക് വാങ്ങിച്ചിരിക്കണം. അപ്പോൾ അവിടുത്തെ സിലബസ് നമ്മൾ സാധാരണ പോലെയാണ്. ലഘുഗണിതം, സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ഭിന്നസംഖ്യകൾ, ദശാംശങ്ങൾ, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, +2 ലെവലിൻ്റെ പ്രിലിമിനറി എക്സാമിന് ഇത് തന്നെയായിരുന്നു. ഇനി വരാൻ പോകുന്ന, ഇപ്പോൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ മെയിൻ എക്സാമിന് ഈ ടോപ്പിക്കുകളൊക്കെ വരും. മെയിൻ പ്രിലിമിനറി എക്സാമിന് കുറേ ടോപ്പിക്ക് ഒഴിവാക്കിയിരുന്നു, അതുകൂടി ചേർത്തിട്ടുള്ള ആ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സൊക്കെ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഏതൊരു ടോപ്പിക്കിൻ്റെയും കൂടെ PSC ഗുരുജി എന്ന് കൂടി സെർച്ച് ചെയ്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ആ ക്ലാസ്സിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും, ചെയ്തിട്ടുള്ളതാണെങ്കിൽ കിട്ടും. ഓക്കെ, ഇനി മാനസിക ശേഷി, മെൻ്റൽ എബിലിറ്റിയിൽ എന്തൊക്കെയുണ്ട്? ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ ഉണ്ടല്ലോ. നമുക്ക് ഈ പരീക്ഷയ്ക്കും ചോദിച്ചാണ്. ഡിഗ്രി ലെവലിന് അതിൻ്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻ വരും. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ വരും. സ്ഥാനനിർണ്ണയ പരിശോധന വരും. സമാന ബന്ധങ്ങൾ, അനോളജി വരും. വേർഡ് അനോളജി ഉണ്ട്, ആൽഫബറ്റ് അനോളജി ഉണ്ട്, നമ്പർ അനോളജി ഉണ്ട്. നമ്മൾ ചോദിച്ചില്ലേ, നെഫ്രോളജി, വൃക്ക എന്നുള്ള രീതിയിൽ വന്നത്. കാർഡിയോളജി ഹൃദയം, നെഫ്രോളജി വൃക്ക വന്ന പോലുള്ള ചോദ്യങ്ങളാണ്. ഒറ്റ ആനയെ കണ്ടെത്തുക, ഔട്ട് മാൻ ഔട്ട് വരും.
പിന്നെ സംഖ്യാവലോകന പ്രശ്നങ്ങൾ വരും, കോഡിങ്ങും ഡീകോഡിങ്ങും ഇതൊക്കെ മെയിനാണ്. മെൻ്റൽ എബിലിറ്റിയിലെ കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻസ് വരും. ദിശാവബോധം, സെൻസ് ഓഫ് ഡയറക്ഷൻ വരും. ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നല്ല ലെവലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2016 19 ഒക്കെ യൂണിവേഴ്സിറ്റി അസിൻ്റെയൊക്കെ മാത്സ് ഒക്കെ സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടുണ്ട്, KASൻ്റെ മാത്സ് സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ്റെയൊക്കെ നിലവാരം എന്താണെന്നുള്ളത്. ജനറൽ ഇംഗ്ലീഷിൽ വരുന്നത്, ഇംഗ്ലീഷ് മെയിൻ ഒരു ടോപ്പിക് തന്നെയാണ് +2 ലെവലിലും ഡിഗ്രി ലെവലിലും. ഇംഗ്ലീഷ് ഗ്രാമർ, അപ്പോൾ ഇത് നമ്മൾ 10th ലെവലിൻ്റെ മെയിൻ എക്സാമിന് വരുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണിത്. ഓക്കെ, അതിൻ്റെ സിലബസ് കൃത്യമായിട്ട് വന്നിട്ടില്ല എങ്കിലും അവിടെയും നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ നേരത്തെ കണ്ടിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് ദ വെർബ് ആൻഡ് സബ്ജക്ട്, കൺഫ്യൂഷൻ ഓഫ് ദ അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വർബ്സ്, കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്, അഡ്വർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് അഡ്വർബ്സ്, ആർട്ടിക്കിൾസ്, ദ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് ഉണ്ട്, ടെൻസസ് ഉണ്ട്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ്, പ്രിപ്പോസിഷൻസ്, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്. അപ്പോൾ 17 ടോപ്പിക്കുകളായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്. ഇതിൻ്റെ വൊക്കാബുലറി വരുമ്പോൾ എന്തൊക്കെയുണ്ട്? സിംഗുലർ പ്ലൂറൽ കണ്ടുപിടിക്കാൻ ചോദിക്കും, ചേഞ്ച് ഓഫ് ജെൻഡർ ചോദിക്കും, കളക്റ്റീവ് നൗൺസ് ചോദിക്കും, വേർഡ് ഫോർമേഷൻ ഫ്രം ദ അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, അല്ലെങ്കിൽ പ്രിഫിക്സ് ഓർ സഫിക്സ് വെച്ചിട്ട് ഓപ്പോസിറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേർഡ്സൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കും. കോമ്പൗണ്ട് വേർഡ്സ് ചോദിക്കും, സിനോണിയംസ്, ആൻറ്റോണിയംസ്, പര്യായ പദങ്ങൾ ഓപ്പോസിറ്റുകളും ചോദിക്കും, ഫ്രേസൽ വെർബ്സ് ചോദിക്കും, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ചോദിക്കും, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ചോദിക്കും, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ് വരും, ഇഡിയംസ് ആൻഡ് ദർ മീനിങ്സ് വരും, ട്രാൻസ്ലേഷൻ ഓഫ് സെൻറ്റൻസ് പ്രോവർബ്സ് ഇൻറ്റു മലയാളം വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡിഗ്രി ലെവൽ സമയത്ത് പഠിക്കാമെന്ന് വെച്ചിട്ടിരിക്കരുത്, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. പ്രിലിമിനറിക്ക് അത്യാവശ്യം നല്ല മാർക്ക്, ഒരു 50-55 മാർക്കിനൊക്കെ മുകളിൽ വാങ്ങിച്ചിട്ടുള്ളവർ എന്തായാലും LDC കൂടി സെലക്റ്റഡ് ആവുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കട്ട് ഓഫ് ഒക്കെ വെച്ചാൽ, അല്ലെങ്കിൽ കട്ട് ഓഫ് പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക, റിസ്ക് എടുക്കാതെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാലേ ടോപ്പിക്കുകളൊക്കെ കവറായി തീരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത റീജിയണൽ ലാംഗ്വേജ്. അതിൽ മലയാളമായിരിക്കും കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. ഇത്രയും ടോപ്പിക്ക് 13 ടോപ്പിക്കാണ് മലയാളം ഗ്രാമർ അല്ലെങ്കിൽ മലയാളം എന്നുള്ള ആ റീജിയണൽ ലാംഗ്വേജിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. പിന്നെ കന്നഡ ഓപ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ആ രീതിയിലുള്ള കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് PDF നോക്കി വായിക്കാം. അത് ഒരുപാട് പേരില്ലാത്തതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് സിനോണിയം, ആൻറ്റോണിംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കന്നഡയിലെ ബേസിക് ആയിട്ടുള്ള നോളജ്. അപ്പോൾ ഇത്രയുമാണ് ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ഡേറ്റ് വരുമ്പോൾ നമ്മൾ അത് അറിയിക്കാം. അപ്പോൾ അതിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ ദിവസം ആ സമയം തന്നെ അന്ന് തന്നെ നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. കാരണം പിന്നീട് അത് അറിയാൻ താമസിച്ചത് കൊണ്ട് മാത്രം ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് താമസിക്കരുത് ഒരാളും. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ 10th ലെവൽ പ്രിലിമിനറി കഴിയുന്നവരെ അതിൻ്റെ മോഡൽ എക്സാംസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ സിലബസ് വന്നപ്പോൾ അതൊന്നും ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള 2 മോഡൽ എക്സാം തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യ എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് ആൻസർ കീ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മാത്സ് ഫുള്ള് സോൾവ് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു മോഡൽ എക്സാം 25-ാം തീയതി എക്സാം ഉള്ളവർക്ക് ഒരു മോഡൽ എക്സാം കൂടി നമ്മൾ തയ്യാറാക്കി വരുന്നുണ്ട്. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ എക്സാമിന് മുമ്പായിട്ട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ക്ലാസ്സിൽ കിട്ടാൻ കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി.